പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് ഇല്ലാത്തവർ ഇന്ന് വളരെ കുറവാണ്. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാവുന്ന നിർണായകമായ രേഖയാണ് പാൻ കാർഡ്. സാമ്പത്തിക ഇടപാടുകളെ കൂടാതെ തിരിച്ചറിയൽ രേഖയായും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആദായ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യൽ, ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കൽ, ഡിമാറ്റ് അക്കൗണ്ടുകൾ ആരംഭിക്കൽ തുടങ്ങി നിരവധി കാര്യങ്ങൾക്ക് പാൻ കാർഡ് വേണം. അതേസമയം പാൻ കാർഡ് സംബന്ധിച്ച് നിരവധി സംശയങ്ങളാണ് ജനങ്ങളിലുള്ളത്. പാൻ കാർഡ് സ്വന്തമാക്കിയാൽ ഇൻകം ടാക്സ് അടയ്ക്കണോ, പാൻ കാർഡ് പുതുക്കണോ തുടങ്ങി നിരവധി സംശയങ്ങൾ ഉയർന്നു വരാറുണ്ട്. പാൻ കാർഡ് എപ്പോഴെങ്കിലും കാലഹരണപ്പെടുമോ? അല്ലെങ്കിൽ ഇത് പുതുക്കേണ്ട ആവശ്യമുണ്ടോ? പാൻ കാർഡ് ഉടമകൾ ഇതിനെക്കുറിച്ച് തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഒരു വ്യക്തിക്ക് പാൻ കാർഡ് ഉണ്ടെങ്കിൽ അത് ആജീവനാന്തം സാധുതയുള്ളതാണ്. അത് പുതുക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഒരു പാൻ കാർഡ് റദ്ദാക്കാൻ കഴിയുന്ന ഒരേ ഒരു സാഹചര്യം കാർഡുടമയുടെ മരണം മാത്രമാണ്. അതായത് ഒരിക്കൽ ഇഷ്യൂ ചെയ്താൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ആ പാൻ കാർഡ് മാത്രം മതി. പാൻ കാർഡുകൾ കാലഹരണപ്പെടുന്നതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. പലപ്പോഴും ആളുകളെ കബളിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഇത്. കോളുകളിലൂടെയോ സന്ദേശങ്ങളിലൂടെയോ നിങ്ങളുടെ പാൻ കാർഡ് പുതുക്കുന്നതിന് ആവശ്യപ്പെട്ടേക്കാം. അതിനാൽ പാൻ കാർഡ് വിവരങ്ങൾ കൈമാറാതെ ഇരിക്കുക. കാരണം ഒരു പാൻ കാർഡിൽ 10 അക്ക ആൽഫ ന്യൂമറിക് നമ്പർ അടങ്ങിയിരിക്കുന്നു. കാർഡുടമയുടെ ഒപ്പ്, ഫോട്ടോ, വിലാസം എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ കാർഡിലെ വിവരങ്ങൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്താനുള്ള സാധ്യതയും കൂടുതലാണ്. ആദായ നികുതി നിയമം 1961 സെക്ഷൻ 139A പ്രകാരം ഒരാൾക്ക് ഒരു പാൻ കാർഡ് മാത്രമേ കൈവശം വയ്ക്കാൻ അനുവാദമുള്ളൂ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ പേരിൽ ഒരു പാൻ കാർഡ് ഇതിനകം നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയതിന് അപേക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്യുന്നത് സെക്ഷൻ 139A ലംഘനമാണ്.